എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണ് നോക്കാം. Knight of Acorns, 5 of Acorns, Love energy, Shaman energy, 7 of Acorns, Page of Shells energy. ആദ്യം തന്നെ നൈറ്റ് ഓഫ് ഏക്കോൺസ് ആൻഡ് 7 ഓഫ് ഏക്കോൺസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളുടെ വളരെയധികം ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ലൈഫിൽ മുന്നേറുന്ന ഒരു സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ മുന്നേറാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പിന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുന്ന ഒരു സമയം എന്നുള്ളത് കൂടി പറയാം. കാരണം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റിനും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ടെങ്കിൽ കൂടിയും അതായത് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ആളുകൾ സംടൈംസ് അവർ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം അറ്റ്ലീസ്റ്റ്. പക്ഷെ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ മറ്റുള്ളവർ എന്ത് ശ്രമിച്ചാലും നിങ്ങൾ സൈലൻ്റായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ചുറ്റുമുള്ള ആളുകൾ എന്തൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ പോലും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പറയാനുള്ളൊരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 7 ഓഫ് ഏക്കോൺസ് എനർജി കണക്ഷൻസ് കൂടിയാണ്. അതായത് നിങ്ങൾ വളരെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ബാഡ്ജർ എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഫിയർലെസ് ആണ്. അപ്പോൾ നിങ്ങളുടെ സ്വഭാവം എന്നുള്ള രീതിയിൽ അതായത് ഒന്നിനെയും ഭയമില്ലാത്തൊരു രീതിയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത്ത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതായത് നിങ്ങൾ യു ആർ സ്ട്രോങ് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ ഡിസ്കറേജ് ചെയ്യാൻ ചിലപ്പോൾ ശ്രമിക്കുക. ഇവിടെ ചുറ്റും ഉള്ള ചില ആളുകൾ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, മുന്നോട്ടേക്ക് നിങ്ങൾ പോകുന്നത് തടയിടാൻ വേണ്ടിയിട്ട്. പക്ഷെ പൊതുവേ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആണ്. കാരണം നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു. ഈ ഡിസ്കറേജ് ചെയ്യുന്ന ആളുകൾ അവരുടെ തന്നെ ലൈഫിൽ എന്താണ് ചെയ്തിട്ടുള്ളതെന്നുള്ളതും അവരെത്രത്തോളം കാര്യങ്ങൾ അവരുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്തു മിസ്റ്റേക്സ് എന്നുള്ളത് നിങ്ങൾ നേരിൽ കണ്ടതിന് ശേഷം എല്ലാവരും ലൈഫിൽ മിസ്റ്റേക്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അതിനർത്ഥം നമ്മൾ വിട്ടിട്ട് പോവുക എന്നുള്ളതല്ല എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ വളരെ പേഷ്യൻ്റായിട്ട് ഇരിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജിയിൽ ഇപ്പോൾ വളരെയധികം ത്രിൽഡായിരിക്കും പല കാര്യങ്ങളും ചെയ്യാനും മനസ്സിലാക്കാനും. കാരണം ഇതേപോലെ ബോർ എനർജിയാണ്. അപ്പോൾ റെസ്റ്റ്ലെസ്, ഫിയർലെസ് എന്നുള്ള ഒരു എനർജി, സ്ട്രോങ് എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറ്റിയ സമയമാണ്. പവർഫുൾ പൊസിഷനിലേക്ക് പോകാൻ പറ്റിയ സമയമാണ്. പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ വരികയാണ് ഹയർ പോസ്റ്റിലേക്ക്. അത് എടുക്കുന്നത് നല്ലത്. ഇപ്പോൾ ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷനൊക്കെ ആണെങ്കിൽ ചില ആളുകൾ വിട്ട് കളയും. പക്ഷെ തൽക്കാലം അത് വിട്ടുകളയാതിരിക്കുക. പിന്നീട് അതായത് ട്രാൻസ്ഫർ ആണെങ്കിൽ കൂടി അത് ഏറ്റെടുക്കുക. ഒരു പരിധിവരെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഒരു പരിധിവരെ അത് വിട്ടുകളയാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിസിഷൻ എടുക്കുമ്പോൾ പെട്ടെന്ന് ധൃതി പിടിച്ച് ഡിസിഷൻ എടുക്കാതിരിക്കുക, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ. അപ്പോൾ നിങ്ങളുടെ ഇന്നർ പവർ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത്. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കുറച്ച് പ്രായത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ ചിന്ത വരാം. പാഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെയാണ് ഇപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. ചെറുതായിട്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നല്ലൊരു സപ്പോർട്ടുള്ളത്, അതായത് പ്രപഞ്ചശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് ഒരു ഫീൽ ഗുഡ് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ട്. കഴിഞ്ഞു പോയ കാലത്തിലുണ്ടായിരുന്ന ഫെയിലിയേഴ്സ് ഒന്നും നിങ്ങളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇനി ആവശ്യമില്ലാത്തതാണ് എങ്കിൽ
അത് ജീവിതത്തിൽ നിന്ന് മാറ്റുക. കാരണം പുതിയ പല കാര്യങ്ങളും വരുന്നുണ്ട് ലൈഫിൽ എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഉറപ്പുള്ള ചില കാര്യങ്ങളാണെങ്കിൽ മാത്രം. ഓക്കെ. അതേപോലെ തന്നെ 5 ഓഫ് ഈക്കോൺസ് ഇൻ ഷെയിം ആൻഡ് എനർജിയാണ്. അപ്പോൾ ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മോണിറ്ററി അല്ലെങ്കിൽ കരിയർ, ഫിനാൻസ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെയധികം പവർഫുൾ പൊസിഷനിലേക്കൊക്കെ എത്തും, അതോറിറ്റി പൊസിഷനിലേക്കൊക്കെ പ്രൊമോഷൻ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് കരിയറിൽ, അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിറ്റുവേഷനിൽ മുമ്പോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ സമയം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി, ആത്മീയ കാര്യങ്ങളിൽ, മെഡിറ്റേഷൻ ഇതുപോലുള്ള കാര്യങ്ങൾ തീരെ സമയം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പലതിലും സമയം കിട്ടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ ക്ഷീണിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്നതുകൊണ്ടൊക്കെ ആവാം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ആ ഒരു അരമണിക്കൂർ തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റിവെക്കുക എല്ലാ ദിവസവും പറ്റുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒന്നുകിൽ രാവിലെ ആകുമ്പോൾ എളുപ്പമായിരിക്കും, വൈകുന്നേരം കൂടുതൽ ക്ഷീണമാകുന്നുണ്ടെങ്കിൽ രാവിലെ ആദ്യം എണീക്കുമ്പോൾ തന്നെ ആ ഒരു ഹാഫ് ആൻ അവർ മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം ദിവസം തുടങ്ങുക. അപ്പോൾ ദിവസം തുടങ്ങുമ്പോഴേ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. വൈകുന്നേരം പിന്നെ ക്ഷീണമാകുന്നുണ്ട്, ഒത്തിരി വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കാരണം അത് നിങ്ങളുടെ ലൈഫിൽ വളരെ പ്രാധാന്യമുള്ള, നിങ്ങളുടെ സ്പിരിച്വൽ പവർ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങളുടെ നിങ്ങളുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സ്പിരിച്വൽ ആയിട്ടുള്ള പവറാണ്. ദൈവികമായിട്ടുള്ള കാര്യം, ആത്മീയമായിട്ടുള്ള കാര്യം, ഇത് രണ്ടും വളരെ പ്രാധാന്യമുള്ള കാര്യം. ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കരിയർ ആയിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങളിട്ട് വളരെ പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു നമ്മൾ പറയും നമ്മുടെ പിതൃക്കൾ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ള ചില ഗുണഗണങ്ങൾ നിങ്ങളിലേക്ക് പകർന്ന് നൽകിയിട്ടുണ്ട്. അതിലൊന്ന് സ്പിരിച്വൽ പവറാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ആത്മീയ കാര്യം അതുപോലെയുള്ള സിദ്ധികളുള്ള ആളുകളാണെങ്കിൽ അത് നിങ്ങളുടെ ജനറേഷനിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നിങ്ങളിലേക്കാണ് പകർന്ന് നൽകിയിട്ടുണ്ടാവാം. അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ. 5 ഓഫ് ഈക്കോൺസ് ഇൻ പേജ് ഓഫ് ഷെൽസ് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രണയം സാധ്യതകൾ ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രണയം കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിദ്യാഭ്യാസ കാര്യത്തിൽ, പഠിത്ത കാര്യത്തിൽ ഉഴപ്പാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പഠിത്തം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. സൈഡായിട്ട് പ്രണയം കാര്യങ്ങൾ പോവാം, പക്ഷേ പഠിത്തത്തിന് ഏറ്റവും പ്രാധാന്യം ഉള്ള ഒരു സമയമാണ്. കാരണം നിങ്ങൾ കുറച്ച് കൂടുതൽ സെൻസിറ്റീവ് ആവുന്നൊരു സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ അത് പഠിത്തം സെക്കൻഡ് ബാക്ക് സീറ്റിലേക്ക് മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ആ ഒരു സമയത്ത് നമ്മൾ പറയും വെൻ പിഗ്സ് ഫ്ലൈ എന്നുള്ളത് ആ ഒരു അത്ഭുത ലോകത്തിലായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ ആ സിറ്റുവേഷനിൽ പഠിത്തം ഇതിലേക്ക് മാറാതിരിക്കുക. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും അതുകൊണ്ട് തന്നെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുക. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വളരെ വളരെ ക്യൂരിയസ് ആയിരിക്കും എല്ലാ കാര്യത്തിനും. അപ്പോൾ എല്ലാം ഒന്ന് ഏതാണ് അത് അറിയാൻ, ചെയ്തു നോക്കാൻ ഒക്കെ താല്പര്യം. ഇപ്പോൾ വേണ്ടാത്ത ശീലങ്ങളിലേക്ക് പോകാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. ക്യൂരിയസ് ആയിരിക്കും വളരെ. അപ്പോൾ ഒരു യൂത്ത്ഫുൾ സ്പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ യൂത്ത് എന്നുള്ള ഇതുണ്ടല്ലോ, യുവത്വത്തിൻ്റെ ഒക്കെ പുറത്ത് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ചിന്തിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം. അതേപോലെ തന്നെ ലവ് ആൻഡ് 7 ഓഫ് ഈക്കോൺസ് എനർജിയാണ്. പ്രണയം, അതേപോലെ തന്നെ പേജ് ഓഫ് ഷെൽസും ലവ് ഉള്ളതുകൊണ്ട് തന്നെ പ്രണയമുള്ളവർ പ്രണയത്തിൽ തുടരുന്ന സിറ്റുവേഷൻ, അതേപോലെ കുറേ കാലങ്ങളായിട്ട് പ്രണയിക്കുന്ന വിവാഹത്തിലേക്കുള്ള ഒരു ടൈം ആയിട്ടുള്ളവർ ആണെങ്കിൽ വിവാഹത്തിലേക്ക് കലാശിക്കാനുള്ള ചാൻസ് ഉണ്ട്. വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയിട്ട് വിവാഹത്തിലേക്ക് പോകുന്ന അങ്ങനെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ രണ്ടുപേരും രണ്ട് വ്യക്തിത്വമാണ്. അപ്പോൾ രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ പറയണം. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള പ്രണയം പോലെ തന്നെ ഒരു സെൽഫ് ലവ് വളരെ പ്രാധാന്യം. സെൽഫ് ലവ് ഇസ് ദ കീ. ഏതൊരു റിലേഷൻഷിപ്പും ബാലൻസ് ചെയ്യാനുള്ള കീ എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് ആണ്. കാരണം നമ്മൾ നമ്മുടെ കാര്യം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ വളരെയധികം ഒരു നെഗറ്റീവ് ഫീല് ആണ് അത് തരുന്നത് നമുക്ക്. അപ്പോൾ നമ്മൾ ത്യാഗം ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കൂടാതെ എപ്പോഴും ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഇത് ചെയ്യുമ്പോൾ പിന്നീട് ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ഭാരമായിട്ട് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. പുറത്ത് കാണിച്ചില്ലെങ്കിൽ, ഈവൻ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ ഇല്ലെങ്കിൽ കൂടിയും.
അപ്പോൾ സെൽഫ് ലവ് നിങ്ങൾ സ്നേഹിക്കുക, മറ്റേ ആളെ സ്നേഹിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.